നമസ്തേ. മാണിക്യവീണാമുപലാളയന്തിമതാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗിം മാതംഗകന്യാ മനസാ സ്മരാമിം. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ. ജഗദേകമാതാ മാതാ മരതകശ്യാമാ മാതംഗീ മദശാലിനീ കുര്യാത് കടാക്ഷം കല്യാണീ കദംബവനവാസിനീ. ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുഖപ്രിയേ. പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഒരു നാമസങ്കീർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ ലളിതാ ഉപാസനയിൽ സാക്ഷാൽ ശ്രീ ലളിതാ പരമേശ്വരിയെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള സൗഭാഗ്യഭാസ്കരം എന്ന ഗ്രന്ഥത്തിനെ ആധാരമാക്കി, ലളിതാ ഉപാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ ആധാരമാക്കി നമ്മൾ പറയുമ്പോൾ ലളിതാ സഹസ്രനാമത്തിന് പൂർണ്ണമായ ഫലശ്രുതി അല്ലെങ്കിൽ പൂർണ്ണമായ ഫലത്തെ നൽകാൻ 3 അനുബന്ധമായി പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ, സ്തുതികൾ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഒരു നാമത്തിന് 1,08,000 തവണ ജപബലം കൊണ്ട് നമ്മളതിനെ സിദ്ധിപ്പെടുത്തി ഉപാസിക്കണം. ഇത് സാധാരണ ആരെ പോലുള്ളവർക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? നമ്മളെപ്പോലെ ഗൃഹസ്ഥാശ്രമികളായ ലൗകിക ജീവിതം നയിക്കുന്നവരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി പ്രേമത്തോടു കൂടി നമ്മൾ അങ്ങനെ ഒന്ന് ഉപാസിക്കാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇന്നലെ നമ്മൾ ശ്രീ ശ്യാമള ഷോഡശനാമസ്തോത്രം എന്ന് പറയുന്ന നാമം പറഞ്ഞു. കാരണം ഇന്ന് ഞാൻ ഇതിൻ്റെ എൻ്റെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് ആശ്രമത്തിലെ ചിട്ടകളും സമ്പ്രദായവും അനുസരിച്ച് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടിയ അറിവുകളാണ്. അത് പറഞ്ഞു തന്ന സർവ്വ ഗുരുപരമ്പരകളെയും നമസ്കരിച്ചുകൊണ്ട് ശ്യാമള ഷോഡശ സ്തോത്രം ഇന്നലെ പഠിപ്പിച്ചതാണ്. അത് കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ ഷോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ശ്യാമള ഷോഡശ സ്തോത്രം എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന്. അപ്പോൾ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ ലളിതാദേവിയുടെ മന്ത്രിണിയാണ് ഈ ശ്യാമള എന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് എടുത്ത് കണ്ടാൽ ലളിത സഹസ്രനാമം ജപിക്കേണ്ടത്, നമ്മുടെ ലളിത സഹസ്രനാമ ജപം ഇന്ന് നമ്മൾ തുടരും. ലളിത സഹസ്രനാമം ജപിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ലളിത സഹസ്രനാമം കൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്, ഇല്ലേ? ലളിതാദേവിയുടെ മന്ത്രിണിയും കലാദേവതയുമായ ശ്യാമളാദേവിയുടെ 16 നാമങ്ങൾ 11 ലളിത ഉപാഖ്യാനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട്. ശ്ലോകം 70, 71, 72 ഓരോ നാമം കൊണ്ടും ആരംഭിക്കുന്ന എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഓരോ നാമം കൊണ്ടും ആരംഭിക്കുന്ന 16 ശ്ലോകങ്ങളാണ് ഈ സ്തോത്രത്തിലുള്ളത്. ഈ സ്തോത്രം കൊണ്ട് ശ്യാമളാദേവിയെ സ്തുതിക്കുന്നവർക്ക് അപ്രാപ്യമായി ഒന്നുമില്ല. ശ്യാമളാദണ്ഡകം പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കേമപ്പെട്ടത് എന്ന് നമുക്ക് പറയാമെന്നുള്ള സ്തുതിയാണ്, ഇല്ലേ? ഒന്നുമില്ലെന്ന് ആചാര്യമതം, ഐശ്വര്യം, വിദ്യ, ആരോഗ്യം, സന്താനഭാഗ്യം, കുടുംബസുഖം എന്നിവ ഇതിൻ്റെ പാരായണം കൊണ്ടുണ്ടാകും. ഒരു തവണ പാരായണം ചെയ്തിട്ട് നമുക്കിന്ന് പഠിക്കാനുള്ള അതിലും ഗോപ്യമായ ഇത് ഗിരീചക്രീരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ലളിതാദേവി ഭണ്ഡാസുരവധത്തിനായി പുറപ്പെടുന്ന സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. ലളിത സഹസ്രനാമം ജപിക്കുന്ന എല്ലാവർക്കും അറിയാം. ലളിതാദേവിയുടെ രഥമായ ചക്രരാജരഥവും ശ്യാമളാദേവിയുടെ രഥമായ ഗേയചക്രരഥവും ദണ്ഡിനി ദേവിയുടെ ഗിരിചക്രീരഥവും വളരെ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. ചക്രരാജരഥം ദേവിയുടെ ലളിതാദേവിയുടെ ചക്രരാജരഥം നടുവിലും വലതുവശത്ത് ഉണ്ണുന്ന കൈയുടെ ദേവിയുടെ ചക്രരാജരഥത്തെ നടുവിലും ഉണ്ണുന്ന കൈയുടെ വലതുഭാഗത്ത് ഗേയചക്രരഥവും. ഗേയചക്രരഥം ആരുടേതാണെന്ന് പറഞ്ഞു? ഗേയചക്രരഥം ശ്യാമളാദേവിയുടെ, ഇന്നലെ പഠിപ്പിച്ചു തന്നതാണ്, ഇല്ലേ? ആ ശ്യാമളാദേവിയുടെ രഥവും, ഇല്ലേ? ഇടതുവശത്ത് ഗിരിചക്രരഥവും നിൽക്കുന്നതായും നമ്മൾ മനസ്സിൽ കണ്ട്, പിന്നിൽ കടൽ പോലെ പരന്ന ശക്തി സൈന്യം അണിനിരന്ന് നിൽക്കുന്നതായും കണ്ട്, എല്ലാ ദേവിമാരും ആകാശത്ത് നിരന്നു നിൽക്കുന്ന ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളെയും മനസ്സിൽ കണ്ട്, ചക്രരാജരഥത്തിൻ്റെ, അതായത് ലളിതാദേവിയുടെ ചക്രരാജരഥത്തിലേക്കുള്ള ആവരണങ്ങൾ ഒന്നൊന്നൊന്നായി കടന്ന്
ദേവിയുടെ അടുത്തെത്തുന്നതായി സങ്കല്പിക്കുക. ഇതെല്ലാം മനസ്സിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ലളിതാദേവിയുടെ, ഇന്നലെ ഞാൻ ശ്യാമളാദേവിയുടെ ഗേയചക്രരഥത്തിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത്, ഇന്ന് എന്താണ് പറയുന്നത്? ഇന്ന് നമ്മൾ പറയുന്നത് ദേവിയുടെ ചക്രരാജരഥത്തിനെ കുറിച്ചാണ് ഇല്ലേ. ഇപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇല്ലേ. അപ്പോൾ ഇന്നലെ ഗേയചക്രരഥത്തിനെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ ശ്രീ ശ്യാമളാ ഷോഡശ സ്തോത്രം ഇല്ലേ, ഉണ്ണുന്ന വശത്ത്. അപ്പോൾ ഇന്ന് പറയുന്നത് ലളിതാദേവിയുടെ തന്നെ രഥത്തിനെ കുറിച്ചാണ് ഇല്ലേ. ആ രഥത്തിനകത്തേക്ക് എത്താൻ നമുക്ക് ഗുണം ചെയ്യുന്ന സ്തോത്രമാണ് നമ്മൾ പറയാൻ പോകുന്ന പഞ്ചവിംശതി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവിംശതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ പഠിപ്പിച്ച ആ ശ്ലോകം ഒന്ന് ജപിച്ചിട്ട് പഞ്ചവിംശതിയിലേക്ക് നമുക്ക് കിടക്കാം. മനസ്സിലായോ അല്ലേ? വളരെ എളുപ്പമാണ്. പ്രേമഭക്തിയോടുകൂടി സാക്ഷാൽ ലളിത പരമേശ്വരിയെ ഉപാസിക്കുകയേ വേണ്ടൂ. പ്രേമത്തോടുകൂടി അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സകല സങ്കടങ്ങളും തീർന്ന് സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് കരഗതമാവും. നമുക്കപ്പോൾ അതേ വേണ്ടൂ. അതാണ് നമുക്ക് ഏറ്റവും കാമ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ച ശ്യാമളാ ഷോഡശ സ്തോത്രം ജപിച്ച് കഴിഞ്ഞാൽ ഉടനെ പഞ്ചവിംശതിയിലേക്ക് നമുക്ക് കിടക്കാം. ആ നോട്ട് എടുത്തോളൂ. ഇല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇന്നലെ എഴുതിയെടുക്കാൻ അമ്മമാരോട് മാനിയന്മാരോടും ഒക്കെ പറഞ്ഞിരുന്നു. എഴുതിയെടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതിയെടുത്തതുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും. എഴുതിയെടുത്തതുണ്ടെങ്കിൽ സ്ക്രീനിനൊരു ക്ലാരിറ്റി കുറവ് തോന്നുന്നു എന്ന് കമൻറ്റ് കണ്ടു. നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ക്ലിയർ ആയോ? ശരി. ഓം ശ്രീ ശ്യാമളാ ഷോഡശനാമ സ്തോത്രം സംഗീതയോഗിനി ശ്യാമാം കലാമാലാ വിലാസിനി വേദശാസ്ത്രജ്ഞാനഗമ്യാം മാം പാതു സകലേശ്വരീ. ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാ നാമത്തിൻ്റെയും അവസാനം മാം പാതു എന്നെ രക്ഷിക്കണേ, മാം പാതു സകലേശ്വരി, സകലേശ്വരി എന്നെ രക്ഷിക്കണേ എന്നാണ് എല്ലാ നാമത്തിൻ്റെയും അവസാനം നമ്മൾ പറയുക. അപ്പോൾ ഒരിക്കൽ കൂടി ശരി ജപിക്കാമോ? അമ്മ എഴുതിയതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്തായിരുന്നു എഴുതിയെടുക്കാത്ത? എന്തായിരുന്നു ഇതിനകത്ത് എഴുതിയെടുക്കാത്ത അമ്മമാരെ എനിക്ക് കാണാമല്ലോ. എന്തായിരുന്നു അമ്മ എഴുതിയെടുക്കാത്തത് അല്ലേ? ഇതൊക്കെ ലളിത സഹസ്രനാമം ജപിക്കാൻ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള, നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു മടി വിചാരിക്കാൻ പാടില്ല. ലളിത സഹസ്രനാമം ജപിച്ചിട്ട് എന്തുകൊണ്ട് ഫലം കിട്ടിയില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് സൗഭാഗ്യഭാസ്കരം എന്ന് പറയുന്ന ഗ്രന്ഥമെടുത്ത് ലളിത സഹസ്രനാമത്തിൻ്റെ വിധി പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് ജപിക്കാമെന്ന് പറയണതില്ലേ. ഇതൊക്കെ വളരെ ഗോപ്യത്തിലും ഗോപ്യമായതാണ്. ഈ ശ്യാമളാ ഷോഡശിയൊന്നും അങ്ങനെ അതൊരു ഗുരുപരമ്പരയിൽ പഠിച്ചു വരുന്നത് കൊണ്ടാണ് നമുക്കിത് വളരെ എന്താ പറയുന്നത് കരഗതമാകുന്നത്. കയ്യിലെ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ നമ്മുടെ കയ്യിലേക്ക് ഇത് വന്ന് വീഴുന്നത് ഒരു ഗുരുപരമ്പരയിൽ നിന്ന് പഠിച്ചു കിട്ടുന്നത് കൊണ്ടാണ്. നമുക്ക് നോക്കാം അല്ലേ. ശരി, എഴുതിയോ? സംഗീത യോഗിനി ശ്യാമ കലാമാലാ വിലാസിനി വേദശാസ്ത്രജ്ഞാനഗമ്യ മാം പാതു സകലേശ്വരീ ശ്യാമ ശിവകരി ശ്രീദാ ശ്രീവിദ്യാമന്ത്രദേവത ശീതളാ സർവപാപഗ്നി മാം പാതു സകലേശ്വരീ ശ്യാമളാ കോമളാകാര കാമിനി കാമദായിനി വേദാന്ത വേദ സംവേദ്യ മാം പാതു സകലേശ്വരീ മന്ത്രിനായികാ മന്ത്രജ്ഞാ മാതൃകാ വർണ്ണരൂപിണി ജ്ഞാനജ്ഞാതൃജ്ഞേയരൂപ മാം പാതു സകലേശ്വരീ മന്ത്രിണി സർവതന്ത്രേശി സർവയന്ത്രസ്വരൂപിണി ഗേയചക്രരഥാരൂഢ മാം പാതു സകലേശ്വരീ സജീവേശാനി സർവജ്ഞ ശബ്ദബ്രഹ്മമയീ ശിവ ഭാഷാരൂപ കാവ്യരൂപ മാം പാതു സകലേശ്വരീ പ്രധാനേശി പരാശക്തി പ്രതിത പരമേശ്വരി പ്രഭാരൂപ പരാനന്ദ മാം പാതു സകലേശ്വരീ ശുകപ്രിയ ശുകാലാപാം ശുകവാഹനവന്ദിത ശുക്രപൂജ്യ ശക്രസേവ്യ മാം പാതു സകലേശ്വരീ വീണാവതി വിക്ഷ്വക്സേന ഗന്ധർവഗണസേവിത മാതംഗി മാധവി മത്ത മാം പാതു സകലേശ്വരീ വൈണികി വൈഖരി രൂപ വൈഷ്ണവി വിശ്വമോഹിനി ഗാനലോലാധ്യാനഗമ്യ മാം പാതു സകലേശ്വരീ മുദ്രിണി മംഗലാമായ മനോവാചാമഗോചര രോഗതാപനിവാരിണി മാം പാതു സകലേശ്വരീ പ്രിയകപ്രിയ പത്മാക്ഷി ഭുല്ലപത്മനിഭാനന പത്മഹസ്ത പത്മപാദ മാം പാതു സകലേശ്വരീ
നിപപ്രിയ നിത്യതൃപ്ത തിഥി സാകല്യരൂപിണി കാലരൂപ കാലഹന്ത്രി മാം പാതു സകലേശ്വരി കദംബേശി കാമമാത കാമിതാർത്ഥപ്രദായിനി കാലസംഘർഷിണി കല്യാ മാം പാതു സകലേശ്വരി കദംബവനവാസിനി ചിദംബരവിഹാരിണി സദാശിവകുടുംബിനി മാം പാതു സകലേശ്വരി സദാ മദാ മദാലസ സദാശിവാംഗവാസിനി സമസ്തലോകപാവനി മാം പാതു സകലേശ്വരി. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഇത്തം ശ്രീ ശ്യാമളാ ഷോഡശനാമസ്തോത്രം സമ്പൂർണം. ഇനി ഇന്ന് പഠിക്കുന്ന ലളിത പഞ്ചവിംശതി നാമസ്തോത്രം അല്ലേ. പഞ്ചവിംശതി നാമസ്തോത്രത്തിൻ്റെ പ്രാധാന്യം 25 നാമങ്ങളെ കൊണ്ട് ദേവിയുടെ അഗൈതവമായ മഹിമകളെ വാഴ്ത്തുന്ന ലളിത സഹസ്രനാമത്തിലെ ദേവിയുടെ രഥമെന്ന് വിശ്വസിക്കുന്ന ഇല്ലേ, നമ്മൾ ഗേചക്ര രഥം എന്ന് പറയുന്ന ഗേചക്ര രഥാരൂഢ എന്നൊക്കെ ലളിത സഹസ്രനാമത്തിൽ പറയുമ്പോൾ ആ രഥം മന്ത്രിണിയായ ദേവിയുടേതാണ്, ശ്യാമളാദേവിയുടേതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ കിരീചക്രി രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത എന്ന് പറയുമ്പോൾ ഈ കിരീചക്രി രഥം എന്ന് പറയുന്നത് ശ്രീ ലളിതാദേവിയുടെ രഥമാണ്. ആരുടെ രഥമാണ്? അമ്മ പറയൂ അല്ലേ. അമ്മയ്ക്ക് ഈയിടെയായിട്ട് കുറച്ച് ശ്രദ്ധ കുറയണമുണ്ട് കേട്ടോ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ആചാര്യ പരമ്പര പറയുക. ശ്രദ്ധയുള്ളവനാണ് ഇത് കിട്ടുക. ഇത് എല്ലാവർക്കും വന്ന് കയ്യിൽ വന്ന് ഭവിക്കുന്ന ഒരു എന്താ പറയുന്ന മന്ത്രമോ സ്തോത്രമോ അല്ല. ശ്യാമളാ ഷോഡശിയും ഈ പഞ്ചവിംശതിയൊക്കെ എത്രയോ കാലം ലളിത സഹസ്രനാമം ജപിക്കുമ്പോഴാണ് യോഗവും ഭാഗ്യവുമുള്ള ആചാര്യസ്വാമികളുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് പറയും അല്ലേ, ഇതെല്ലാവരുടെ കയ്യിലേക്കും ഇത് വരില്ല. യോഗമുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. എത്രയോ പേര് ലളിത സഹസ്രനാമം ജപിക്കുന്നവരുണ്ട് അല്ലേ. എത്ര പേർക്ക് ഇതറിയാം? എത്ര പേരുടെ കൈകളിലേക്ക് ഇതൊരു ഗുരുഭാഗ്യം കൊണ്ട് വരുന്നത്? അതൊരു യോഗവും ഭാഗ്യവുമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഭാഗ്യത്തെ നമ്മൾ തട്ടിത്തെറിപ്പിക്കരുത്. ആ ഭാഗ്യത്തെ പൂർണ്ണമായും ഉപയോഗിക്കുകയാണ് നമ്മൾ വേണ്ടത്. ലളിത പഞ്ചവിംശതി. ജഗദംബയായ ലളിതാദേവിയുടെ 25 നാമങ്ങൾ 11-ാം അധ്യായത്തിൽ ലളിതോപാഖ്യാനത്തിനകത്ത് പറയും. 102 മുതൽ 106 വരെ എന്ന ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് 102 to 106 വരെയാണ്. ഈ നാമങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിക്കുമ്പോൾ അഷ്ടസിദ്ധികളും വന്നു ചേരും. നമുക്ക് യശസ്, ആഭിജാത്യം, പണം, ധനം, സൗന്ദര്യം സർവ്വതും നമുക്ക് വന്നു ഐശ്വര്യങ്ങളും വന്നു ചേരും. അഷ്ടസിദ്ധികളും അണിമ, ലഖിമ, മഹിമ തുടങ്ങി അഷ്ടസിദ്ധികളും വന്ന് ഭവിക്കും. പിന്നെ സർവ്വ സൗഭാഗ്യങ്ങളും ഇതിന് ഫലമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് എല്ലാവരുടെ കയ്യിലേക്കും വരാത്തത് ഇല്ലേ. അമ്മ ആലോചിക്കുന്നുണ്ടാവും, എത്രയോ കാലം ലളിത സഹസ്രനാമം പഠിച്ചു, ഇതൊന്നും നമ്മുടെ മുന്നിലേക്ക് വന്നത് അത് ലളിതാ പരമേശ്വരിയുടെ അഗീതവമായ കൃപയൊന്നിലേ ഇത് വരുമേ അല്ലേ. ഒന്നും ആലോചിച്ചും വിഷമിക്കരുത് കേട്ടോ. ആ അമ്മ പരാപരയായ അമ്മ എല്ലാം കാണുന്നും കേൾക്കുന്നുണ്ട്. ആ അമ്മ അനുഗ്രഹിക്കും. എന്താ വേണം, സന്തോഷത്തോടെ ഇരിക്കും അല്ലേ. അങ്ങനെ സൗഭാഗ്യവും ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ നാമങ്ങളിൽ ഓരോന്നും ആദ്യ പദമാക്കി രചിച്ച 25 ശ്ലോകങ്ങളാണ് ഈ സ്തോത്രം. കാമ്യമന്ത്രങ്ങളായി ലളിത സഹസ്രനാമത്തെയും ലളിതാ ത്രിശതിയെയും പോലെ ഈ ശ്ലോകങ്ങൾ ജപിക്കുന്നത് കാമ്യമന്ത്രങ്ങളെന്നാണ് നമ്മൾ പറയുക ഇല്ലേ. ജപിക്കുന്നത് ഇഷ്ടഫല സാധ്യത്തിന്, നമ്മളെ മനസ്സിലൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ ആ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടാൻ ഇതുകൊണ്ട് യോഗമുണ്ടാകും. സ്വതന്ത്രമായി ഉപാസനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മാനസപൂജയ്ക്ക് ഏറ്റവും ഗുണമാണ്. അതായത് ദേവിയുടെ ആഭരണങ്ങൾ, കിരീചക്രി രഥത്തിലിരിക്കുന്ന ഭണ്ഡാസുര വധത്തിനിറങ്ങുന്ന ദേവിയിൽ ആ ദേവി നടുക്കും 2 രഥങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇല്ലേ. ആചാര്യ പരമ്പരകളിൽ ലളിത സഹസ്രനാമത്തെയും ദേവി ഇതിനെയൊക്കെ പറയുമ്പോൾ പറയും ഏറ്റവും പെട്ടെന്ന് ഫലദായകമായി ഇരിക്കാൻ ഗേചക്രരഥത്തിലുള്ള ശ്യാമളാദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ശ്യാമളാ ഷോഡശിയും നടുക്കുള്ള രഥത്തിലിരിക്കുന്ന കിരീചക്രി രഥത്തിലിരിക്കുന്ന ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച ലളിതാ വിംശതിയും ഇനി നാളെ അല്ലേ ദേവിയുടെ മറ്റൊരു ദേവിയുടെ അല്ലേ 2 രഥമല്ലേ ആളൂ, ഇനി ഒരു രഥം കൂടി ഉണ്ടല്ലോ അല്ലേ. ആ രഥത്തിലിരിക്കുന്ന ഭഗവതിക്ക് വേണ്ടിയുള്ള ദ്വാദശങ്ങളും കൊണ്ടുവരും. എന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ആത്യന്തികമായ ഫലസിദ്ധി വരും എന്ന് ആചാര്യന്മാർ, സ്വാമികൾ ആശ്രമങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞും പഠിപ്പിച്ചുമാണ് ഈ ശ്രീവിദ്യാ പരമ്പര മുന്നോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്ലോകം ജപിക്കാം. വളരെ ശ്രദ്ധയോടെ ആ ശ്ലോകങ്ങൾ കേൾക്കണേ.
അല്ലേ? ഓരോ ശ്ലോകവരിയും രണ്ട് തവണ ജപിക്കാം. അത് കേട്ട് മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് എഴുതിയിടുകയും ചെയ്യാം. ഓം. ആദ്യം 25 നാമങ്ങളും പറയാം. ആ നാമങ്ങളിലാണ് ഈ ശ്ലോകങ്ങൾ തുടങ്ങുക. 1 സിംഹാസനേശ്വരി, 2 ലളിത, 3 മഹാരാജ്ഞി, 4 വരാങ്കുശ, 5 ചാപിനി, 6 ത്രിപുര, 7 മഹാത്രിപുര സുന്ദരി, 8 സുന്ദരി, 9 ചക്രനാഥ, 10 സാമ്രാജ്ഞി, 11 ചക്രിണി, 12 ചക്രേശ്വരി, 13 മഹാദേവി, 14 കാമേശി, 15 പരമേശ്വരി, 16 കാമരാജപ്രിയ, 15 പരമേശി, 16 കാമരാജപ്രിയ, 17 കാമകോടിക, 18 ചക്രവർത്തിനി, 19 മഹാവിദ്യ, 20 ശിവാനംഗവല്ലഭ, 21 സർവപാടല, 22 കുലനാഥ, 23 അമ്നനായനാഥ, 24 സർവാമ്യ നിവാസിനി, 25 ശൃംഗാരനായിക എന്ന് പറയുന്ന 25 അടയാളവാക്യങ്ങളെ കൊണ്ടാണ് ഓരോ ശ്ലോകവും തുടങ്ങുന്നത്. ഇതിനെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നതിനെ, അതിൻ്റെ ആരംഭത്തിൽ നമ്മളതിനെ അടയാളം എന്ന് നമ്മൾ പറയും, ഇല്ലേ? മുദ്ര എന്ന് നമ്മൾ പറയും. ഓരോ ശ്ലോകത്തിൻ്റെയും മുദ്രകളെന്ന്, അങ്ങനെ 25 മുദ്രകൾ. അതുകൊണ്ടാണ് പഞ്ചവിംശതി, ഇല്ലേ? 5 5 വിംശതി 20 5 25 മുദ്രാശ്ലോകങ്ങളെ കൊണ്ട് തീർത്തിട്ടുള്ളത് കൊണ്ടാണ് ലളിത പഞ്ചവിംശതി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഓരോ ശ്ലോകവും 2 തവണ വായിക്കും. ശ്രദ്ധയോടെ കേട്ട് എഴുതിയെടുത്ത് വച്ചാൽ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ ഈ നാമത്തിനോടനുബന്ധമായിട്ട് ജപിച്ചു വരാം. ഓം സിംഹാസനേശി സർവേശി സൗഭാഗ്യാമൃതവർഷിണി സർവതാപപ്രശമനി മാം പാതു ലളിതാംബികാം. സിംഹാസനേശി സർവേശി സൗഭാഗ്യാമൃതവർഷിണി സർവതാപപ്രശമനി മാം പാതു ലളിതാംബികാം. 2 ലളിത ലലനാലോല സൃഷ്ടി സ്ഥിത്യന്ത്യകാരിണി കോടിസൂര്യപ്രതീകാശ മാം പാതു ജഗദംബികാം. മാം പാതു ജഗദംബികാം. മാം പാതു ജഗദംബികാം. 3 മഹാരാജ്ഞി മഹാദേവി മഹാഗൗരി മൃഢപ്രിയ മഹാവിദ്യ മഹാമായ മാം പാതു ഭവതാരിണി. 3 മഹാരാജ്ഞി മഹാദേവി മഹാഗൗരി മൃഢപ്രിയ മഹാവിദ്യ മഹാമായ മാം പാതു ഭവതാരിണി. 4 വരാങ്കുശ പാശഹസ്താം ഇക്ഷുകോദണ്ഡധാരിണി പുഷ്പബാണനിഷംഗിനി മാം പാതു ജഗദീശ്വരി. വരാങ്കുശ പാശഹസ്ത ഇക്ഷുകോദണ്ഡധാരിണി പുഷ്പബാണനിഷംഗിനി മാം പാതു ജഗദീശ്വരി. ചാപിനി ഖഡ്ഗിനി ഘോര ശംഖിനി ചക്രിണി വരാം ഗദിനി ശൂലിനി വീര മാം പാതു ഭയഹാരിണി. ചാപിനി ഖഡ്ഗിനി ഘോര ശംഖിനി ചക്രിണി വരാം ഗദിനി ശൂലിനി വീര മാം പാതു ഭയഹാരിണി. 6 ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിനേത്ര ത്രംബകപ്രിയ ത്രൈവേദ്യ ത്രൈരൂപ മാം പാതു ത്രിഗുണാത്മിക. ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിനേത്ര ത്രംബകപ്രിയ ത്രൈവേദ്യ ത്രൈരൂപ മാം പാതു ത്രിഗുണാത്മിക. 7 മഹാത്രിപുര സുന്ദരി മായ സർവവശംകരി മോഹ ജാഢ്യവിനാശിനി മാം പാതു കുലസുന്ദരി. മാം പാതു കുലസുന്ദരി. മഹാത്രിപുര സുന്ദരി മായ സർവവശംകരി മോഹ ജാഢ്യവിനാശിനി മാം പാതു കുലസുന്ദരി. 8
സുന്ദരി സുമുഖി സുഭ്രു ശോഭന സുഖദാ ശുഭ ത്രംബിക ത്രിഗുണാതീത മാം പാതു വിധിവന്ദിത സുന്ദരി സുമുഖി സുഭ്രു ശോഭന സുഖദാ ശുഭ ത്രംബിക ത്രിഗുണാതീത മാം പാതു വിധിവന്ദിത. ഓം ലളിതാംബികായേ നമഃ. 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 ചക്രനാഥ ചക്രഹസ്ത ചക്രരാജരഥേശ്വരി ശ്രീചക്രവർത്തിനി നിത്യ മാം പാതു ഭുവനേശ്വരി. ചക്രനാഥ ചക്രഹസ്ത ചക്രരാജരഥേശ്വരി ശ്രീചക്രവർത്തിനി നിത്യ മാം പാതു ഭുവനേശ്വരി. 10. സാമ്രാജ്ഞി സമ്പ്രദായേശി ജ്ഞാനജ്ഞേയസ്വരൂപിണി കലാമാലാവിലാസിനി സാ മാം പാതു സരസ്വതി. സാമ്രാജ്ഞി സാമ്പ്രദേശി ജ്ഞാനജ്ഞേയസ്വരൂപിണി കലാമാലാവിലാസിനി സാ മാം പാതു സരസ്വതി. സാ മാം പാതു സരസ്വതി. സാ മാം പാതു സരസ്വതി. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഒരൊറ്റ മിനിറ്റ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എന്തോ തരാം. ഇറങ്ങുകയാണോ? പോവാണോ? വെക്കേറ്റ് ചെയ്യുവാണോ? വെക്കേറ്റ് ചെയ്തോ? കുറച്ച് സാധനം ഇവിടെ ആയിരുന്നു, അപ്പൊ അത് എടുക്കാറുണ്ട്. ഇത് മതിയോ? ശരി. അത് തൊട്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ താമസിക്കുന്നവർ വെക്കേറ്റ് ചെയ്യുന്നതാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. 10 നമ്മൾ പറഞ്ഞത്. 11 ചക്രിണീ കാലചക്രസ്ഥാം ഷഡാധാര വിരാജിത മഹാശക്തി കുണ്ടലിനി മാം പാതു സമയേശ്വരി. ചക്രിണീ കാലചക്രസ്ഥ ഷഡാധാര വിരാജിത മഹാശക്തി കുണ്ടലിനി മാം പാതു സമയേശ്വരി. ചക്രേശ്വരി ചക്രരൂപ ശിവശൈത്യൈക്യരൂപിണി ശ്രീചക്ര ബിന്ദു മധ്യസ്ഥ മാം പാതു സുരനായിക. 12 ചക്രേശ്വരി ചക്രരൂപ ശിവശക്ത്യൈക്യരൂപിണി ശ്രീചക്ര ബിന്ദു മധ്യസ്ഥ മാം പാതു സുരനായിക. 13 മഹാദേവി മഹാസത്വ മഹായോഗേശ്വരീശ്വരി മഹായാഗക്രമാരാധ്യ മാം പാതു കരുണാമയീ. മഹാദേവി മഹാസത്വ മഹായോഗേശ്വരീശ്വരി മഹായാഗക്രമാരാധ്യ മാം പാതു കരുണാമയീ. 14 കാമേശി കാമജനനി
കാമേശ്വര വിമോഹിനി കാമപ്രദ കാലഹന്ത്രി മാം പാതു ശശിശേഖര കാമേശി കാമജനനി കാമേശ്വര വിമോഹിനി കാമപ്രദ കാലഹന്ത്രി മാം പാതു ശശിശേഖരാം പരമേശ്വരി ശ്രീമാതാ പരം ജ്യോതി പരാപരാം പരമേശ ഹൃദാവാസ മാം പാതു പരശംഭവി പരമേശ്വരി ശ്രീമാതാ പരം ജ്യോതി പരാപരാം പരമേശ ഹൃദാവാസ മാം പാതു പരശംഭവി കാമരാജപ്രിയ കാമ്യ കാവ്യലോല കലാവതി കാമദാത്രി കാമമാതാ മാം പാതു കമലാനനാം കാമരാജപ്രിയ കാമ്യ കാവ്യലോല കലാവതി കാമദാത്രി കാമമാതാ മാം പാതു കമലാനനാം കാമകോടികാ യാ ശക്തിം കാമകോടിനിവാസിനി കാമിതാർത്ഥപ്രവർഷിണി മാം പാതു കളഭാഷിണി കാമകോടികാ യാ ശക്തിം കാമകോടിനിവാസിനി കാമിതാർത്ഥപ്രവർഷിണി മാം പാതു കളഭാഷിണി ചക്രവർത്തിനി 18 ചക്രവർത്തിനി ചക്രസ്ഥ ചതുർബാഹുസമന്വിത പാശ അങ്കുശ അസ്ത്ര പാപാഢ്യാം മാം പാതു വിജയപ്രദാം ചക്രവർത്തിനി ചക്രസ്ഥ ചതുർബാഹുസമന്വിത പാശ അങ്കുശ അസ്ത്ര ചാപാഢ്യാം മാം പാതു വിജയപ്രദാം മഹാവിദ്യ മഹായന്ത്ര മഹാമന്ത്ര മഹാദ്യുതിം മഹായാഗ ക്രമാരാധ്യ മാം പാതു ഗിരികന്യകാം മഹാവിദ്യ മഹായന്ത്ര മഹാമന്ത്ര മഹാദ്യുതിം മഹായാഗ ക്രമാരാധ്യ മാം പാതു ഗിരികന്യകാം ശിവാനംഗവല്ലഭാം ശിവാനംഗവല്ലഭാം ച ശിവമൂർത്തിം ശിവം കരി ശിവാകാമേശ്വരംഗസ്ഥ മാം പാതു ഹരിസോദരി ശിവാംഗനവല്ലഭാ ച ശിവമൂർത്തിം ശിവം കരി ശിവകാമേശ്വരംഗസ്ഥ മാം പാതു ഹരിസോദരി സർവപാടല സർവാഭ സർവൈശ്വര്യവിധായിനി സർവാംഗസുന്ദരി വിദ്യ മാം പാതു രവിലോചന സർവപാടല സർവാഭ സർവൈശ്വര്യവിധായിനി സർവാംഗസുന്ദരി വിദ്യ മാം പാതു രവിലോചന കുലനാഥാം 22 കുലനാഥാം കലാനാഥ കൗലിനി കളഭാഷിണി കേവല കോമളാകാര മാം പാതു ശിവവല്ലഭാം കുലനാഥ കലാനാഥ കൗലിനി കളഭാഷിണി കേവല കോമളാകാര മാം പാതു ശിവവല്ലഭാം 23 ആംനായനാഥ ശ്രീനാഥാം ഷഠാംനായ പ്രസൂതികാം നിത്യഷോഡാശികാരൂപ മാം പാതു തിഥിരൂപിണീ ആംനായനാഥ ശ്രീനാഥ ഷഡാംനായ പ്രസൂതികാം നിത്യഷോഡാശികാരൂപ മാം പാതു തിഥിരൂപിണീ 24 ശ്ലോകം സർവാംനായ നിവാസിനി സർവ ആനന്ദവിധായിനി സർവ വ്യാധി നിവാരിണി മാം പാതു സകലേശ്വരി 25 ശൃംഗാരനായികാം ശാന്താം ശ്രീപുരക്ഷേത്രനായികാം സൃഷ്ടികർत्री പാലയിത്രീ മാം പാതു ശിവരൂപിണീ മാം പാതു ശിവരൂപിണീ മാം പാതു ശിവരൂപിണീ. ഇതാണ് അതിഗോപ്യമായ പഞ്ചവിംശതി ദേവിയുടെ കിരീചക്രീ രഥത്തിലിരിക്കുന്ന ഭണ്ഡാസുരവധത്തിന് പുറപ്പെടുന്ന ദേവിയുടെ കിരീചക്രത്തിലിരിക്കുന്ന ഭഗവതിയുടെ ആഭരണങ്ങൾ എന്നാണ് സങ്കല്പം അല്ലേ. നാളത്തെ ജപം കൂടി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ലളിതാ സഹസ്രനാമത്തിലേക്ക് നമ്മൾ കൂടുതൽ ഭഗവതിയുമായി ചേർന്നിരിക്കുന്നത്. ആ ഒരു
മനസ്സുകൊണ്ട് ആ ഒരു താതാത്മ്യഭാവം ഉണ്ടാകുമ്പോൾ സർവ്വഭാഗ്യങ്ങളും തനിയെ വന്നുള്ളൂ. അപ്പോൾ ഈ 25 ശ്ലോകങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ജപിക്കണം. ശരി, ഞാനിത് വളരെ നേരത്തെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കൂടെ ജപിക്കാനും ഭജിക്കാനും ഒക്കെയാണ്. ഇല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സായിട്ടുള്ള അമ്മമാർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ നാമവും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓം ശ്രീ ലളിതാംബികായേ നമഃ. 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 ഓം മനസ്സിലായോ അല്ലേ? അപ്പോൾ 3 സ്തോത്രങ്ങളും, അതായത് ഇന്നലെ പഠിപ്പിച്ച ഷോഡശി, ഇന്ന് പഠിപ്പിച്ച പഞ്ചവിംശതി, നാളെ പഠിപ്പിക്കുന്ന സ്തോത്രങ്ങൾ, 3 സ്തോത്രങ്ങളും ചേർത്ത് ജപിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ ആപത്തുകളും, അതുകൊണ്ടാണ് ഇത് അത്രയും ഗോപ്യത്തിലും ഗോപ്യമെന്ന്. നമ്മൾ തന്നെ 4 വർഷം എടുത്തു. 4 വർഷത്തെ ജപബലം കൊണ്ടാണ്. കാരണം ആശ്രമങ്ങളും ആചാര്യന്മാരും പഠിപ്പിക്കുന്നത് അതാണ്. 4 വർഷത്തെ ജപബലത്തിന് ശേഷമാണ് ശ്യാമളാ ഷോഡശി പഠിക്കുന്നത്. ഈ ശ്യാമളാ ഷോഡശി ശ്യാമള മന്ത്രിണിയാണ്, ദേവിയുടെ മന്ത്രിണിയാണ്. ഗേയചക്ര രഥമെന്ന് പറയുന്ന ഭണ്ഡാസുരവധത്തിന് പുറപ്പെടുന്ന ദേവിയുടെ ഇടത്തും വലത്തുമുള്ള രഥത്തിൽ ഉള്ള ദേവിയാണ് ഗേയചക്ര രൂപിണിയായ ശ്യാമളാദേവി ഇല്ലേ. ആ ദേവിയുടെ നാമമാണ് ഷോഡശി. ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ചത് പഞ്ചവിംശതി ഇല്ലേ. ഗിരിചക്ര രഥത്തിലിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയിലേക്കുള്ള വഴിയാണ് പഞ്ചവിംശതി. ഇനി നാളെ നമ്മൾ പറയുന്നതും കൂടെ ചേർന്ന്, ഇത് 3ഉം കൂടെ ചേർത്ത് ജപബലത്തോടുകൂടി ലളിതാ പരമേശ്വരിയെ ധ്യാനിക്കുമ്പോൾ, ലളിതാ പരമേശ്വരിയുടെ നാമം ജപിക്കുമ്പോൾ അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതിന് സംശയമേ വേണ്ട അല്ലേ. ലളിതാ സഹസ്രനാമം എടുത്തോളൂ. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാഭീനവക്ഷോരുഹാം പാണിഭ്യാം മളിപൂർണരക്തചഷകം രത്നോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിരവൃതാം മയൂഖൈരഹമിത്യൈവ വിഭാവയേ ഭവാനിം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരികലിതലസദ്ധേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനമാമളികചുംബികകസ്തൂരികാം സമന്തഹസിതക്ഷണാൽ സശരജാപപാശാങ്കുശാമശേഷജനമരുണമാല്യമോഹിനീ ആനരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരൗ ജപവിധോ സ്മരേദംബികാം ലം പൃഥ്വാത്മികായേ ഗന്ധം സമർപ്പയാമി ഹം ആകാശാത്മികായേ പുഷ്പൈ പൂജയാമി യം വായാത്മികായേ ധൂപ്രമാഘ്രാപയാമി രം അഗ്ന്യാത്മികായേ ദീപം ദർശയാമി വം അമൃതാത്മികായേ അമൃതമഹാനിവേദ്യം നിവേദയാമി സം സർവാത്മികായേ സർവോപചാര പൂജാം സമർപ്പയാമി. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖിം അപീനവക്ഷോരു. അമ്മയുടെ രൂപം മനസ്സിൽ തെളിയുന്നതുവരെ ആ ധ്യാനം ജപിക്കണം. ആ ധ്യാനത്തിൻ്റെ അവസാനം അമ്മയുടെ കണ്ണുകൾ അടച്ചാൽ അമ്മയുടെ ആ രൂപം അനന്തമയ്യായ ജഗദീശ്വരിയുടെ രൂപത്തെ കണ്ട് ശ്രീമാതാ അമ്മയെ വിളിക്കുകയാണ്. തുടങ്ങാം അല്ലേ. പ്രേമത്തോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി ജീവിതത്തിലെ 15 മിനിറ്റ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ജീവിതത്തിലെ ഈ 15 മിനിറ്റ് കൊണ്ട്, നാമം ജപിക്കുന്ന 15 മിനിറ്റ് കൊണ്ട് ജീവിതം തന്നെ മാറി പറയും ഇല്ലേ. അങ്ങനെയാണ് നമ്മൾ പുതിയ നാമജപക്രമം നമ്മൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച ക്രമം നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത് അല്ലേ. നാളെ തൊട്ട് കുറച്ചുകൂടെ സന്ധ്യ നേരത്ത് കുറച്ചുകൂടെ മുന്നിലോട്ടായിരിക്കും. മുന്നിലോട്ട് ഇൻ ദി സെൻസ് ഒരു 7-7:30 തുടങ്ങുന്ന തരത്തിലായിരിക്കും ക്രമപ്പെടുത്തുക. നമുക്ക് അങ്ങനെയും കൂടി നമുക്ക് ചിന്തിക്കണം. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദിത
ഉദ്യുദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപ പാശാഠ്യ ക്രോധകരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരുണ പ്രഭാപൂരമഞ്ജിത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പക ശോക പുന്നാഗ സൗഗന്ധിക കുലല സത്കജ കുരുവിന്ദമണി ശ്രേണി കനത് കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രജ ദളിക സ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപാം മൃഗനാഭി വിശേഷക വദനസ്മനമാംഗല്യ ഗ്രോധോറുണ ചില്ലിക ഭക്തൃലക്ഷ്മി പരിവാഹോ ചലന്നീഭിന ഫലോജന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കരിണ സാവരണവസുര കഥമമഞ്ജരി ക്ലിപ്തകർണപൂര മനോഹര താടങ്കയുക്ലിഭൂതമനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ നവവിദ്രുവബിംബശ്രയ ശുദ്ധ വിദ്യാങ്കുരാങ്കുരജപങ്ക്തിയോജ്വല കർപ്പൂരവീടിക മോദസമാകർഷ ദിഗന്ധര നിജസല്ലാപമാധുര്യ വിനർഭച്ചിതകച്ചപി മന്ദസ്മിത പ്രഭാപൂരമജത് മഹാകാമേശ മനസാം അനാകലിത സാദൃശിമുഖ ശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗതഗേയൂരകമനീയ ഭുജാന്വിത രത്നക്രൈവേയ ചിന്താകലോല മുക്ത ബലാന്വിതാം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി അഭ്യാലവാലരോ മാളിം ലതാബലഭുജദ്വീം ലക്ഷരോമലതാധരദാസുമന്യേ മധ്യമാസ്തന ഭാരതലൻ മധ്യവട്ടബന്ധവലിത്രയ അരുണാരുണ കൗസ്തുംഭ വസ്ത്രപാസുത്കടിതരി രത്നകിങ്ങിണികാരിംബരശനാദാമഭൂഷിത കാമേശാന്ത സൗഭാഗ്യമാതോ ഗുരുദ്വയാനുത മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപവരിഷത്ത സ്മരതുണാഭജംഗിക ഗുഡഗുൽഭകുർമപുഷ്ടജ്യേഷ്ഠ പ്രപദാനിത നഖദീതി സംജനതമഞ്ജനതമോ ഗുണപദദ്വേ പ്രഭാജാലപരാകൃത സർവരുഖശിജ്ഞാനമണിമഞ്ജീര സുനൃതശ്രീപദാമുജ മരാളി മന്ദഗമന മഹാലാവണ്യ ശവതി സർവാരുണാനുപദ്യംഗി സർവാഭരണഭൂഷിത ശിവ കാമേശ്വരംഗസ്ത ശിവ സ്വാധീനവല്ലഭാം സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായക ചിന്താമണി ഗൃഹന്ധസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവ്യം സംസ്ഥഗതഭവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവശഗണ സംഘാതസ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത സമ്പത്കരി സമാരൂഢ സിന്ദൂര വൃജ സേവിതാശ്വാരൂഢാധിഷ്ഠിത കോടി കോടി വിരാവൃത ചക്രരാജ പരിഷ്കൃത ഗേയ ചക്രരഥാരൂഢാം ഗേയ ചക്രരഥാരൂഢാം ഗേയ ചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതാം കിരീചക്രീരധാരൂഢ കിരീചക്രീരധാരൂഢ ഈ രണ്ട് ചക്രങ്ങളും ഇന്ന് പറഞ്ഞതാണ്. കിരീചക്രീരധാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാല മാലിനീം കാംക്ഷി പത്നി പ്രകാര മധ്യഗാം ഭണ്ഡ സൈന്യവധോദ്യുക്തവാ ശക്തി വിക്രമഹർഷിത നിത്യപരാക്രമോടപ നിരീക്ഷണ സമുത്സക ഭണ്ഡപുത്രവധോദ്യുക്ത ബാല വിക്രമനന്ദിത മന്ത്രണ്യംബ വിരചിത വിശങ്കവദൂഷിത വിശുക്ര പ്രാണഹരണ വിരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നർദാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര സുനിക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസുത വൈഭവാഹര നേത്രാഗ്നി സംദഗ്ധ കാമ സഞ്ജീവന ഔഷധി ശ്രീമന്താംഗഭവ കുടേക സ്വരൂപ മുഖ പങ്കജാം കടാന്തകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തി കൂടെ കഥാപന്ന കഡ്യഗതാർണി മൂല മന്ത്രാത്മിക മൂല കൂടത്രയകളയപരാകളാമൃതീരസിക കുല സങ്കേത പാലിനി കുലാങ്കന കുലാന്തന കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാര തത്പര മൂലാധാരേക നിലയ ബ്രഹ്മഗ്രന്ഥി ഭേദിനി മണിപൂരാന്തരുദ്ര വിഷ്ണുഗ്രന്ഥി ഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടിലതാ സമരചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസുതന്തോദിനീസി ഭവാനി ഭാവഗമ്യ ഭാവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തി സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശിപായ ഭാവ ശാംഭവി ശാരദരാധ്യ ശർവാണി ശർമ്മദായിനി ശങ്കരി ശ്രീകരി സതിശര ചന്ദ്രനിഭാന ശാദോത്തരി ശാന്തിമതി ശാരദാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര നിരാഗ നിരാഗമദനി നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോപനാശിനി നിസംശയ സംശയഗ്നി നിർഭവ ഭാവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർദിശ മൃത്യുമന്ദിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നിരജുഗുര നിരാപായ നിരത്തിയ ദുർലഭ ദുർഗമാദുർഗ ദുഃഖ ത്രിസഖപ്രദ ദുഷ്ടദുരിതുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകർണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശി സർവമയി സർവമന്ത്ര സർവമന്ത്ര സ്വരൂപിണി സർവേന്ദ്രാത്മിക സർവന്ത്ര സ്വരൂപ മനോന്മണി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി പ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹേശ്വര്യോ മഹാവീര്യ മഹാബലോ മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷഷ്ടി പരാചാര്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടിയോഗിനി ഗണസവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസന സീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാന ധ്യാതൃധ്യേയ രൂപ ധർമ്മ ധർമ്മവർജിത വിശ്വരൂപ ജാഗരിണി സുപന്ദിത ജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോവിത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവ അനുഗ്രഹ
അനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിഭന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ ബ്രഹ്മകീടജന്യ വർണ്ണാശ്രമ വിദായിനി നിജാരൂപ നിജ്ഞാനരൂപ നിഗമാ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പദാബ്ജധൂലിക സകലാഗമ സന്തോഷ ശുക്തി സംബളമുക്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനദന ഹരിബ്രഹ്മേന്ദ്ര സവിത നാരായണി നാമരൂപ നാമരൂപവർജിത ഹ്രീങ്കരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണി രസ്യാരണത് കിങ്ങിണി മേമല മേഖല രമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാഗരി രാക്ഷസഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപക നമുക്ക് സുപ്രിയ കല്യാണി ജഗതി ഗന്ധ കരുണാരസ സാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വരുണി മത വിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി ഭേദജന്യ വിഷ്ണുമായ വിലാസിനി ക്ഷേത്രരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷേവിനിർദ്ദിവിനമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി ഭക്തിമണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലതിക പശുവാശമോചനി സംഹൃത ശേഷഭാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയഗ്നി സംതക്ത സമാഹാദന ചന്ദ്രിക തരുണി താപസാരധ്യ തനുമധ്യതമോപഹ ചിതി സത്പദലക്ഷാർത്ഥ ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മാനന്ദ സന്തതി പരാപ്രത്യക്ഷിതേ രൂപ വശന്തി പരദേവത മധ്യമ വൈഖരി രൂപഭക്തമാനസംസിക കാമേശ്വര പ്രാണനാദി കൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ്ണ ജയ ജാലന്തരസ്ഥിത ഉഡ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി ദേഹ രഹോ യോഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവത യുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യഷോടാശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വര മൂലപ്രകൃതിയുടെ വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യ സ്വരൂപിണി മഹാകാമേശദാന കുന്ദാഹ്ലാദകൗന്ദി ഭക്തഹാർദതമോദ്ഭേദമദ്മാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിവേഷ്ട ശിഷ്ടപൂജിത പ്രമേയം സ്വപ്രകാശ മനോവാച മഹോജര ചിച്ഛക്തി ചേതനാരൂപ ജഡചക്തിർജടാത്മിക ഗായത്രി വ്യാകൃതി സന്ധ്യാദ്വിജവൃത നിഷേവിത തത്വസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യേ വനമദശാലിനി മദകുരുദരക്തക്ഷി മദപാടല ഗണ്ഡപു ചന്ദനദ്രവിദ്ധാംഗി ചാമ്പേ കുസുമപ്രിയ കുശല കോമളാകാര ഗുരുകുലകുലേശ്വരി കുലകുണ്ഠായ കൗളമാതു തത്പരസേവിത കുമാരഗണനാഥാം ബാന്തുഷ്ടിം പുഷ്ടിം മതിന്ദ്രതിം ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നശാന്തിനി തേജോപതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചല നിവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാസുര നായിക കാളകണ്ഡി കാന്തിമതി ക്ഷോഭണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവ്യസ്തവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചന ഖഡ്വാംഗാദിപ്രഹരണ വദനേക സമന്യുത പായസാന്ന പ്രിയ തൊക്സ്തവശലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃദ്ധാടാഗിരീശ്വരി അനഹാതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദ്രംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുദ്ര സംസ്ഥിത കാളരാത്ര്യാദിശക്തിയോഘവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്രവരത രാഗിണ്യാംബ സ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രകായുധോപേതടാംഗ്രിയാദിഭിരാവൃത രക്തവർണ്ണമാംസദഷ്ടകുടാന്ന പ്രീതമാനസ സമസ്ത ഭക്തസുഖതാം ലാഗിണ്യാംബ സ്വരൂപിണി സ്വാദിഷ്ഠാനാം ഭുജഗതാം ചതുർഭക്ത്ര മനോഹരാശൂലാധ്യായുധ സമ്പന്നപീതവർണാദിഗർഭിതാമേതാനഷ്ടമത് പ്രീതബന്ധിന്യാദി സമന്വിതാധ്യാസനാസക്ത ഹൃദയാകാഗ്നി രൂപധാരണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാദി സംസ്ഥാങ്കുശാദി പ്രഹരണ വരദാ നിഷേവിത മുഗ്ധൗദന സക്തസിത്ത സാഗിന്യാംബ സ്വരൂപിണിയാജ്ഞാചക്രാബ്ജനലയ ശുക്ലവർണ്ണ ഷഡാനന മജ്ജാ സംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാസന്യകൃതിക ഹാഗിനി രൂപധാരിണി സഹസ്രതല പത്മത്സ സർവവർണോപശോഭിത സർവായുധര ശുക്ലസംസ്ഥിത സർവതോന്മുഖി സർവോധനപ്രീതചിത്ത യാഗിന്യാംബ സ്വരൂപിണി സ്വാഹ സ്വധ മധർമേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമദാർച്ചിത ബന്ധമോജിനി ബർബരാളകാം വിമർശരൂപിണി വിദ്യാവേദാദി ജഗത്പ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാലായനി കാത്രാന്തി കമലാശ നിഷേവിത താംബൂലപുരിതമുഖിതാടിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യമൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്ത നിധർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാദഷ്ട പ്രജ്ഞാന ഘനരൂപിണി മധ്യുപനാലസാമത്താം മാതൃകാവർണ്ണരൂപിണി മഹാകൈലാസ നിലയ മൃണാളമൃതരോർലതാം മാനീയതയാമൂർത്തി മഹാസാമ്രാജ്യശാലി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡാക്ഷഗിരി വിദ്യ ത്രികൂട കാമകോടി കടാക്ഷങ്കരീഭൂത കമലാകോടി സേവിത ശരസ്ഥിത ചന്ദ്രനി ഭവാലസ്തേന്ദ്രധനു പ്രഭാകൃതസ്തര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹേന്ദ്ര ദക്ഷയജ്ഞ വിനാശിനി ധരോന്താളിത ദീർഘാക്ഷിധരഹാസുജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധിർ ഗോമാത ഗുഹജന്മഭൂ ദേവേശി ദണ്ഡ നിധിസ്ഥധരാകാശരൂപിണി പ്രതിവൻ മുഖ്യരാകാന്തി തിഥി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര രവാമാണി സവിദക്ഷണ സവിത ശക്യമേ ആത്മപരമപവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡജന്നി ദിവിഗ്രഹ ക്ലേങ്കരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാത്രിക് ജ്യോതന്ത ത്രിമൂർത്തി സ്തുതേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതലകാന്തിത ഉമാ ശൈലേന്ദ്രതനയാ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണ്ണഗർഭ ഭരതാവാഗതീശ്വരിയ ധനഗമ്യജ്ഞാനം ധനഗമ്യ പരിച്ഛേദ്യാജ്ഞാനദാജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ സത്യാനന്ദ സ്വരൂപിണി ലോകമുദ്രാർച്ചിത ലീലാഗ്നബ്ദ ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി
സർവാധാര സുപ്രതിഷ്ഠ സഹസ്രദ്രൂപധർണ അഷ്ടമൂർത്തി രാജായിത്രി ലോകയാത്ര വിദായിനി ഏകാഗ്നി ഭൂമരൂപ നർദ്വേദ വർജിതാനത വസ്തുത ബ്രഹ്മാത്മക്യ സ്വരൂപിണി ബൃഹതി ബ്രഹ്മണി ബ്രഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവഭാവ വിവർജിത സുഖാരാധ്യ ശുഭഗരി ശോഭന സുൽവാഗതി രാജരാജേശ്വരി രാജദായിനി രാജവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിദാശ്രിതം രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സാമ്രദേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോദീർണഭകാരാധ്യമായ മധുമഹി മഹി ഗുണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയാം സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദ കലിക പ്രേമരൂപ പ്രിയങ്കരി നാമപരായണ പ്രീതനന്ദ വിദ്യനടേശ്വരി വിദ്യാജഗതധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസപ്രിയ ലേഖരി ലജ്ജാരം ഭാവി വന്ദിത ഭവഭാവസുധാ വൃഷ്ടി പാപരണ്യതവനാല്ല ദൗർഭാഗ്യത്തിലവാതുര വിപ്രഭാം ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്ത ചിത്തകേക ഘനാഘന രോഗപർവ്വതം ഭോളി മൃത്യുദാരു കുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ട സുരനിഷൂദിനി അക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധ ജപ പുഷ്പനിഭാകൃതിം ഓജോപതി ദിദ്യുധര യജ്ഞരൂപപ്രിയ വ്രതാതുരാരാധ്യ ദുരദർശ പടലി കുസുമപ്രിയ മഹതി മേരു നിരേ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാട് രൂപ വിരജ വിശുദ്ധോന്മുഖി പ്രത്യേക രൂപപരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി നിസ്തരാജതോ ത്രിപുരേശി ജയത്സേന നിസ്ത്രൈഗുണ്യപരാപര സത്യജ്ഞാനാനന്ദരൂപ സമരസ്യ പരായണ കമർദിനി കലാമല കാമദുഃഖമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞരസശവതി പുഷ്ടപുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശാസ്ത പാശാന്ത്രി പരമന്ത്ര വിവേദിനി മൂർത്ത നിത്യൃത്ത മുനിമാന സംസിക സത്യപ്രദ സത്യരൂപ സർവന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജന്യ ബഹുരൂപ പദാർശിത പ്രസവത്രയ ആജ്ഞാ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചശത്പീഠ രൂപിണി വിശൃംഖല വ്യക്തസ്ഥവിര മാധവീയത് പ്രസുമുകുന്ദ മുക്തിദനേ മൂലവിഗ്രഹ രൂപിണി ഭവജ്ഞ ഭവരോഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകൃതിരത്മൈ ഭവവർണ്ണ രൂപിണി ജന്മ മൃത്യു ജരാതപ്ത ജന വിശ്രാന്തിദായിനി സർവോപനിഷത് കൃഷ്ണ സാന്ധ്യതീത കലാത്മിക ഗംഭീര ഗഗനാദസ്ഥ ഗർഭത ഗാനുലോലുപ കൽപ്പന രഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കരകത് കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി ആജാക്ഷേപ നിർമുക്ത മുക്ത ക്ഷപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗനിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ ആത്മാരാമസുതാശ്രുതിം സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാന സ്വരൂപിണി ധർമാധാരധനാധ്യക്ഷധനാവർദ്ധിനി വിപ്രപ്രിയ വിശ്വപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാപ വൈഷ്ണവി വിഷ്ണുരൂപിണി ആയോര്യോ നിലയാം നിലയാ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്യ നാദരൂപിണി വിജ്ഞാന കൽനാകല്യ വൈന്ദവൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമകാന പ്രിയ സൗമ്യ സദാ ശിവകുടുംബിനി സവ്യാപന മാർഗസ്ഥ സർവ ആപത് നിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീരാധീര സമർത്തിത ചൈതന്യാർഘ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ ധരസ്മര മുഖാമുജ കൗലിനി കേവല അനർഘ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്സുനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാത ജഗദ്ധാത്ര വിശാലാക്ഷി വിരാഗണി പ്രഗൽഭ പരമോദാര പരമോദാമനോമയി വമക ശിവമാനസ്തവചരണി വമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാദിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശശ്വതീശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാ ധന്യ ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുക കുസുമ പ്രഖ്യാബാലീല വിനോദിനി സുമംഗലി സുഗരി സുവേഷാഢ്യ സുവാസിനി സുവാസിനർച്ചന പ്രീത ശോഭന ശുദ്ധ മാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ശ്രീ ത്രിപുരാ ശ്രീ ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രിഖണ്ഡേശി ത്രിഗുണ ത്രികോണ ത്രികോണക അനഗാദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസ ജ്ഞാതാം ഷഡ്വാതീതരൂപിണി അവ്യാചകരുണാമൂർത്തി ജ്ഞാനധ്വാന്ത ദീപിക അബാലഗോപവിത സർവാനുലംഘ്യ ശാസനം ശ്രീചക്രരാജനിലയാം ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിരൂപിണി ലളിതാംബികാം ഓം ശ്രീ ലളിതാംബികായേ നമഃ 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 ഓം ഓം ആരതി
ആരതി ഓം ഗൗരി മഹേശ്വരി പാർവതി ശങ്കരി ആരതി ഓം ശിവ ശിവ ശങ്കരി ഗൗരി മനോഹരി ഗൗരി മഹേശ്വരി ആരതി ഓം ജയ ജയ ശങ്കരി 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 ആരതി ഓം ആരതി ഓം ആരതി ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ച ലളിത സഹസ്രനാമത്തിലെ ലളിതാദേവിയുടെ കിരീചക്രം എന്ന് പറയുന്ന രഥത്തിൻ്റെ ആവരണങ്ങളെ ഭേദിക്കുന്നതിനുള്ള ലളിത സഹസ്രനാമത്തിലെ ഏറ്റവും ഗോപ്യമായ ഭാഗമാണ് ലളിത പഞ്ചവിംശതി എന്ന് പറയുന്ന ഭാഗം. അത് ലളിത ഉപാഖ്യാനത്തിൽ നിന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗം എത്ര കണ്ട് ജപിക്കാമോ? ഒരു ദിവസം 27 ജപം, ഒരു നാമം 1,08,000 ജപം സമ്പൂർണ്ണം, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാമം എടുത്തു കഴിഞ്ഞാൽ, അതിനകത്ത് ഏതെങ്കിലും ഒരു നാമം എടുത്തു കഴിഞ്ഞാൽ പഞ്ചവിംശതിയിലെ ഏത് നാമവും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു നാമം സംഗീതയോഗിനി ശ്യാമ കലാമാലാവിലാസിനി വേദശാസ്ത്രജ്ഞാനഗമ്യ മാമ്പാതു സകലേശ്വരി എന്ന് പറയുന്ന ആ സംഗീതയോഗിനി എന്ന് പറയുന്ന മുദ്രയുള്ള പഞ്ചവിംശതിയിലെ നാമം എടുത്തു കഴിഞ്ഞാൽ 1,08,000 തവണ ജപിക്കാൻ പറ്റിയാൽ സമ്പൂർണ്ണ സിദ്ധികളാണ് ഫലം. അപ്പോൾ ആ സിദ്ധികളാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ലളിത സഹസ്രനാമത്തെ പ്രേമപൂർവ്വം ഉപാസിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ, ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാളെ ശ്യാമളാദേവിയും കഴിഞ്ഞ് ലളിതാദേവിയും കഴിഞ്ഞ് മൂന്നാമത്തെ ദേവിയുടെ രഥത്തെക്കുറിച്ചും ലളിത സഹസ്രനാമത്തെ കൂടുതൽ പ്രാപ്യമാക്കുന്നതിനെക്കുറിച്ചും പറയാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ.